ഷെഫ് ട്യൂബിൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുറോസ് എന്ന് പറയുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ചുറോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിതിനെ മെൽറ്റ് ചെയ്യാണ്. അല്പം ഫയറിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അത് കുക്കായി വരുമ്പോൾ ബട്ടറും പഞ്ചസാരയും മെൽറ്റായി വരുമ്പോൾ നമ്മളേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഒരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കുകയാണ് നമ്മളിതിനെ. 2-3 മിനിറ്റിനുള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഫുള്ളായിട്ടുള്ള എഗ്ഗ് അത് ഇതായിട്ട് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്യുന്നുള്ളൂ. അതിട്ട് നമ്മൾ പച്ചമുട്ട ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ശരിക്കൊരു ക്രീമി ടെക്സ്ചറാക്കാണ്. ഈ ഡാൽഡയുടെ പരുവത്തിൽ നമ്മളിതിനാക്കിയെടുക്കും. ഇനി ഇതിലേക്ക് ആ ബാക്കിയുള്ള മുട്ട 2 മുട്ടയാണ് നമ്മൾ ഫുള്ള് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ ഒരു പരുവത്തിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കേണ്ട അപ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിറോസ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഓയിൽ ആദ്യം ചൂടാക്കാൻ വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സർ നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നോസിലുള്ളവർക്ക് നോസിൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നോസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരേ ഷേപ്പിൽ വരും. ഒരു ലെയർ വരാനായിട്ട് ഒരു ചെറിയ നോസിൽ ഇട്ട് കൊടുത്തു. നമ്മൾ ഒരേ ലെങ്ത്തിൽ നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ അതിലും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനെ ഓയിലിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇടാണ്. നമ്മൾ വേറെ ഒന്നിലേക്കും ഇട്ടിട്ട് മാറ്റിയിടാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് ഓയിലിലേക്ക് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടു. വളരെ സ്ലോവിൽ വേണം ഫയർ ഇടാനായിട്ട്. ഈ സമയത്ത് നമ്മളൊരു ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഗോൾഡൻ ബ്രൗണിൽ നമ്മുടെ ചിറോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പും അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഗാർണിഷിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര മതിയാവും. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയിൽ സിനമൺ പൗഡർ കറുകപ്പട്ട പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ചിറോസ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സ്മെല്ലിനും ഒരു ചെറിയൊരു ഗാർണിഷിനും വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ മുകളിൽ അല്പം കൂടി വിതറി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്ന ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം. അത് തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ 1 കപ്പാണ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ചോക്ലേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മൾ സൈഡ് വെച്ചു എന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. അത് നമ്മൾ നല്ല രീതിയിൽ ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തെടുത്തു. നല്ല ഡാർക്ക് കളറിൽ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. പ്ലേറ്റിംഗ് ചെയ്തിട്ട് ഓരോരോ പീസായിട്ട് നമ്മളതിനെ അതിലേക്ക് നിരത്തി വെച്ചു. മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ചിറോസ് എന്ന് പറയുന്ന സ്നാക്ക് ഒരു സ്പാനിഷ് പോർച്ചുഗീസ് ഐറ്റമാണ്. ഇത് കൂടുതൽ അവർ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിലും എല്ലാം യൂസ് ചെയ്യുന്നതാണ്. നമുക്കും നമ്മുടെ വീടുകളിൽ നമ്മളിപ്പോൾ എല്ലാം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു രീതിയായിട്ട് ഒരുപാട് സാമ്യമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ്. അതിൽ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. മൈദയും മുട്ടയും ബട്ടറും മാത്രം മതി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ഓയിലിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് പോലും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും.